അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിൽ 4 സ്ഥലത്ത് കൈ ഉയർത്തണം. സുബഹി നിസ്കാരമല്ലാത്ത 2 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്ന നിസ്കാരം, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, ഈ 4 നിസ്കാരത്തിനും 4 കൈ ഉയർത്തൽ വരും. അതിൽ ഒന്നാമത്തേത് എല്ലാ നിസ്കാരങ്ങളിലുമുണ്ട്, രണ്ടാമത്തതും എല്ലാ നിസ്കാരങ്ങളിലുമുണ്ട്, മൂന്നാമത്തതും എല്ലാ നിസ്കാരങ്ങളിലുമുണ്ട്. 4-മത്തെ കൈ ഉയർത്തൽ അത് സുബഹി നിസ്കാരത്തിനില്ല. അപ്പോൾ ഒന്നാമത്തെ കൈ ഉയർത്തൽ എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു അക്ബർ എന്ന നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം അത് ഫർളാണല്ലോ, അത് ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തണം. എങ്ങനെ ഉയർത്തണം? കഴിഞ്ഞ വീഡിയോയിൽ അത് നാം മനസ്സിലാക്കിയതാണ്. അൻ സാലിം ഇബ്നു അബ്ദില്ലാഹി അൻ നബീഹി റളിയല്ലാഹു അൻഹുമ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യർഫഉ യദൈഹി ഹദ്വ മൻകിബൈഹി ഇദാ ഇഫ്തതഹ സ്വലാത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് 2 കൈ ഉയർത്തി ചുമലിൻ്റെ നേരെ വരെ അങ്ങനെ ഉയർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്. അത് വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ ഉയർത്തലിൻ്റെ ഒന്നാമത്തെ സ്ഥലം ഇതാണ്. അല്ലാഹു അക്ബർ എന്ന് പറയൽ നിർബന്ധവും കൈ ഉയർത്തൽ ഹൈആത്ത് സുന്നത്തുമാണ്. രണ്ടാമത്തെ സ്ഥലം വൈദാ കബ്ബറ ലിർറുകൂഇ, റുകൂഇന് വേണ്ടി കുനിയുന്ന സമയത്താണ്. നിൽക്കുന്ന സമയത്ത് നമ്മൾ കൈകെട്ടി നിൽക്കുകയാണ്. ആ കൈ അടിച്ച് അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു തക്ബീറോടുകൂടെ കൈ ചുമലിൻ്റെ നേരെ വരെ ഉയർത്തുകയും അല്ലാഹു അക്ബർ ആ തക്ബീർ നീട്ടി റുകൂഇൽ വരെത്തും വരെ തക്ബീർ നീട്ടുകയും വേണം. കൈ ചുമലിൻ്റെ നേരെ ഉയർത്തുകയും വേണം. മൂന്നാമത്തെ സ്ഥലം വൈദാ റഫഅ റഅസഹു മിനർ റുകൂഇ, റുകൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയത്ത് ഇരു കരങ്ങളും അതേപോലെ ചുമലിൻ്റെ നേരെ വരെ ഉയർത്തി കൈ താഴ്ത്തിടേണ്ടതാണ്. അപ്പോൾ ചുമലിൻ്റെ നേരെ വരെ ഈ 3 സ്ഥലത്തും ഉയർത്തണം. ഇനി 4-മത്തെ സ്ഥലത്തിലും അങ്ങനെ തന്നെയാണ്. പലരെയും കാണാം, ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് 2-മത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ 3-മത്തെ റക്അത്തിൽ നിന്ന് 4-മത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ 2 കൈയും ഉയർത്തുന്നതായി കാണാം, ഉയർത്തി കൈ കിട്ടുന്നതായി കാണാം. അത് ശരിയല്ല. അവിടെ ഒരു കൈ ഉയർത്തൽ സുന്നത്തില്ല. തക്ബീറുണ്ട്, സുന്നത്തില്ല. അപ്പോൾ ഈ 3 സ്ഥലം. ഇനി അടുത്ത 4-മത്തെ മറ്റൊരു സ്ഥലം, ഇദാ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റാൽ മിനർ റക്അത്തൈനി, 2 റക്അത്ത് നിസ്കാര 2 റക്അത്തിൽ നിന്ന്, അഥവാ 3ഉം 4ഉം റക്അത്തുള്ള നിസ്കാരമായ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, ഈ നിസ്കാരങ്ങളിൽ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് മുകളിലോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഖിയാമിൽ വന്നതിന് ശേഷം കൈ ഉയർത്തി അല്ലാഹു അക്ബർ പറഞ്ഞിരുന്നു. ഇദാ ഖാമ മിനർ റക്അത്തൈനി കബ്ബറ വറഫ യദൈഹി ഹത്താ യുഹാദിയ ബിഹിമാ മൻകിബൈഹി. അപ്പോൾ ഈ 4 സ്ഥലം ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയം, 2 റുകൂഇലേക്ക് പോകുന്ന സമയം, 3-മത് റുകൂഇൽ നിന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയം, 4-മത് 2-മത്തെ റക്അത്ത് അത്തഹിയ്യാത്ത് കഴിഞ്ഞ് 3-മത്തെ റക്അത്തിലേക്ക് ഖിയാമിലെത്തുന്ന സമയം. ഈ 4 സ്ഥലങ്ങളിലാണ് ഷാഫിഈ മദ്ഹബ് പ്രകാരം കൈ ഉയർത്തേണ്ടത്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം ഫസ്റ്റ് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തെ കൈ ഉയർത്തേണ്ടതുള്ളൂ. ബാക്കി 3 സ്ഥലങ്ങളിലും കൈ ഉയർത്തേണ്ടതില്ല എന്നാണ് ഹനഫി മദ്ഹബിലുള്ള മുഅ്തമദായ മസ്അല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എവിടെങ്കിലും കൈ ഉയർത്തുന്നത് ശരിയല്ല. ഈ 4 സ്ഥലങ്ങളിലാണ് കൈ ഉയർത്തി ഷാഫിഈ മദ്ഹബ് പ്രകാരം ചെയ്യേണ്ടത്. ഈ 4 കൈ ഉയർത്തലും ഹൈആത്ത് സുന്നത്താണ്.
ആ ഹയ്യാത്തു സുന്നത്തിൽ നിന്ന് അത് വിട്ടുപോയാൽ, അത് ഉയർത്താതിരുന്നാൽ അവിടെ ഒരു വിടവാണ് വരുന്നത്. സുന്നത്ത് നഷ്ടപ്പെടലാണ്. നമ്മളത് സൂക്ഷിക്കണം. നല്ലതുപോലെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.